ഇതിനായിട്ട് നമുക്ക് 2 കപ്പ് പച്ചരിയാണ് വേണ്ടത്. പച്ചരി തന്നെ വേണം ഉപയോഗിക്കാനായിട്ട്. ബസ്മതി റൈസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇഡ്ഡലി റൈസ് ആയാലും കുഴപ്പമൊന്നുമില്ല. സാധാരണ നമ്മുടെ റേഷൻ അരി ആയാലും മതി. ഇനി ഇതിലേക്ക് 1/4 കപ്പോളം ഉഴുന്നും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർക്കുന്നുണ്ട്. ഉലുവ ഓപ്ഷണൽ ആട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി, അല്ലെങ്കിൽ ഒഴിവാക്കാം. ഞാൻ സാധാരണ ചേർക്കാറുണ്ട്. ചേർത്താൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഉലുവയുടെ ഒരു ടേസ്റ്റ് ഒന്നും നമുക്ക് അറിയേയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കാം. ഇനി നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഇനി ഇതൊരു 3 മുതൽ 4 മണിക്കൂറെങ്കിലും കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം. മാക്സിമം 3 മണിക്കൂർ വയ്ക്കുക, അല്ലെങ്കിൽ 4 മണിക്കൂർ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മുടെ അരി ഇവിടെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ അരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവിലാണ് വേണ്ടത്. 1/2 കപ്പ് കട്ടിയുള്ള അവലെടുത്തിട്ടുണ്ട്. ഈ 1/2 കപ്പ് അവിൽ നമ്മൾ വെള്ളത്തിട്ട് കുതിർത്തെടുക്കുമ്പോൾ 1 കപ്പാവും. കനം കുറഞ്ഞ അവിലാണ് എടുക്കുന്നതെങ്കിൽ 1 കപ്പ് തന്നെ എടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ അവിലും കുതിർത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അവിൽ നമ്മൾ അരയ്ക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പേ കുതിർത്ത് വെച്ചാൽ മതി. ആദ്യം നമുക്ക് അരി അരച്ചെടുക്കാം. ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടി ഒഴിച്ച് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ അരി 2 ബാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത്. ഇനി നമുക്ക് അവലും കൂടി അരച്ചെടുക്കാം. അവൽ നന്നായിട്ട് വെള്ളം മുഴുവനും പിഴിഞ്ഞതിന് ശേഷം, ഇനി അവലില്ലെങ്കിൽ നമുക്ക് അതിന് പകരമായിട്ട് ചോറ് എടുക്കാം. ചോറാണ് എടുക്കുന്നതെങ്കിൽ 1 കപ്പ് ചോറ് എടുക്കണം. ഇനി ഇതിനെ കൂടെ അരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തേങ്ങയാണ് വേണ്ടത്. 1/2 കപ്പ് തേങ്ങയും കൂടി ചേർക്കാം. ഇനി ഒരല്പം വെള്ളം കൂടി ഒഴിച്ച് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരിമാവിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. അതിനുശേഷം നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കണം. ഒന്നെങ്കിൽ കൈവച്ച് മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ സ്പൂൺ വെച്ച് മിക്സ് ചെയ്യാം. കൈവച്ച് മിക്സ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാനിത് കൈവച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഒരു 10 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നന്നായിട്ട് ഇത് പൊന്തി വരും. 8 മുതൽ 10 മണിക്കൂർ വെച്ചാൽ മതിയാവും. ഇതിപ്പോൾ തണുപ്പുള്ള കാലാവസ്ഥയാണ്, എന്നാൽ പോലും നന്നായിട്ട് തന്നെ ഇത് പൊന്തി വരും. ഇത് കണ്ടില്ല, ഇതിപ്പോൾ ഒരു രാവിലെയാണ് ഞാൻ കാണിക്കുന്നത്. മാവ് നന്നായിട്ട് തന്നെ പൊന്തി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ചും കൂടി നമുക്ക് വെള്ളം ചേർക്കേണ്ടി വരും. പിന്നെ മാവ് അരയ്ക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ചേർക്കേണ്ട. ഇഡ്ഡലി മാവിൻ്റെയൊക്കെ ഒരു പരത്തിൽ തന്നെ മിക്സ് ചെയ്തെടുത്താൽ മതി. രാവിലെ ആകുമ്പോഴേക്കും കുറച്ച് ലൂസായി കിട്ടും. ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർക്കാം. ഏകദേശം 1 ടീസ്പൂണാണ് ചേർക്കുന്നത്. കുറച്ചൊരു മധുരത്തിന് വേണ്ടിയിട്ടാണ്. താല്പര്യമില്ലാത്തവർക്ക് ഒഴിവാക്കാം കേട്ടോ. പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. ഈ മാവ് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ 2 രീതിയിൽ അപ്പം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ സാധാരണ ദോശക്കല്ല് ഇറക്കിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് 2 സ്പൂൺ മാവ് ഒഴിച്ച് നമുക്ക് ഇതിന് മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ട് തന്നെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട്. ഇനി നമ്മൾ സാധാരണ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാവ് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർക്കണം. എന്നാലേ നമുക്ക് ആ ഒരു ശരിക്കും ഒരു ടെക്സ്ചർ കിട്ടുള്ളൂ. നമ്മൾ സാധാരണ അപ്പത്തിൻ്റെ മാവിൻ്റെ ഒരു പരുവം അറിയാമല്ലോ, കുറച്ചൊരു വെള്ളം പോലെ ഇരിക്കും. ആ ഒരു പരുവത്തിൽ കലക്കിയെടുക്കുക. ഇതുപോലെ ഇരിക്കണം. അപ്പോൾ ഈ സമയത്ത് കുറച്ചും കൂടി നിങ്ങൾക്ക് മധുരം വേണമെങ്കിൽ കുറച്ചും കൂടി പഞ്ചസാര ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാം. ഏകദേശം ഒരു 1.5 സ്പൂൺ മാവ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചുറ്റിച്ചെടുക്കാം. ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഒന്നും കൂടി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഒരു മാവ് വെച്ച് തന്നെ നമുക്ക് 2 രീതിയിൽ ഈ അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. രണ്ടും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത രീതിയിലും ചെയ്യാവുന്നതാണ്. പിന്നെ ഈ മാവ് നമുക്ക് ഒരു ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസവും ഉപയോഗിക്കാൻ പറ്റും. ഇതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി റെസിപ്പിയാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിലേക്ക് നമ്മൾ വേറെ കപ്പി കാച്ചണോ അങ്ങനത്തെ പ്രോസസ്സൊന്നുമില്ല. മാത്രമല്ല ബേക്കിംഗ് സോഡയോ ഈസ്റ്റോ ഒന്നും ചേർക്കാതെയാണ് നമുക്ക് ഈ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത്.
അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്